അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. കുടുംബത്തിലേക്ക് കടന്നു വരുന്നവർ തമ്മിൽ സ്നേഹവും അടുപ്പവും ഉണ്ടാവാൻ അമ്മായിയപ്പനും അമ്മായി ഉമ്മയും മരുമക്കളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ മരുമകളും മരുമകനും അമ്മായിയപ്പനെയും അമ്മായി ഉമ്മയെ തിരിച്ചു സ്നേഹിക്കുവാനും കുടുംബത്തിലെ നാത്തൂന്മാർ തമ്മിൽ പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടാവാൻ നമ്മെ സഹായിക്കുന്ന ഖുർആനിക മാർഗം പറയാം. അമ്മായിമ്മയുടെ പോരും കുശുമ്പും നാത്തൂന്മാരുടെ ശല്യവും നേരെ തിരിച്ച് മോശമായി നീങ്ങുന്ന മരുമകളും അവർ തമ്മിലുള്ള പിണക്കവും പ്രശ്നങ്ങളും നീങ്ങാൻ ഈ ഒരു ദുആ മതിയാകും ഇൻഷാ അല്ലാഹ്. ആദ്യമായി മരുമക്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എല്ലാ മരുമക്കളും ഒരിക്കൽ അമ്മായിമ്മ ആവാനുള്ളവരാണെന്ന ബോധത്തോടെ പ്രവർത്തിക്കുക. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും ഇഷ്ടം ഭർത്താവിനോടും അമ്മായിമ്മയോടും കൂടെയാണെന്ന് പെരുമാറ്റങ്ങൾ പ്രകടമാക്കുക. അമ്മായിമ്മക്ക് സ്വന്തം ഉമ്മയുടെ പദവി നൽകി ആദരിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു മനസ്സുകൾ കീഴടക്കുക. നിസ്സാര സംഗതികളാണെങ്കിലും അമ്മായിമ്മയുടെ താൽപര്യത്തിന് എതിരെ നിൽക്കാതിരിക്കുക. അമ്മായിമ്മയുടെ വീഴ്ചകളും അവരെ പറ്റിയുള്ള കുറ്റങ്ങളും സ്വന്തം വീട്ടിൽ പറയാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടെ ഈ ആത്മീയ കാര്യം ചെയ്യുക. ഇശാ നിസ്കാര ശേഷം നിസ്കരിച്ചതിനു ശേഷം സൂറത്തു നിസായിലെ 45-ാമത്തെ ആയത്ത് അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ എന്ന ആയത്ത് 20 തവണ ഓതുക. ശേഷം അതേ സൂറത്തിലെ അഥവാ സൂറത്തു നിസായിലെ 148-ാമത്തെ ആയത്ത് അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാന അല്ലാഹു സമീഅൻ അലീമാ. ഈ ആയത്തും 20 തവണ ഓതുക. അവസാനം യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് യാ വദൂദ് യാ അല്ലാഹ് 20 തവണയും ചൊല്ലുക. ദുആ ചെയ്യുക. പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകുവാനും പിണക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും കുറയാനും പ്രത്യേകം ദുആ ചെയ്യുക. കുറച്ചു ദിവസം ഇത് തുടരുക. ഇത് മരുമകൾക്ക് ചെയ്യാം. മരുമകളുടെ ശല്യം നീങ്ങാൻ അമ്മായിമ്മക്ക് ചെയ്യാം. നാത്തൂന്മാരുടെ ശല്യം ഉള്ള മരുമകൾക്കും ഇത്